ഈ കഥ നിങ്ങളെ പാർട്ട്ണറിന് എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഒരു സൂവിലേക്ക് ഒരു ഭാര്യയും ഭർത്താവ് ഇങ്ങനെ പോവാണ്. അപ്പോൾ പോയപ്പോൾ അവിടെ വളരെയധികം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കുരങ്ങന്മാരെ കണ്ടപ്പോൾ, ആണും പെണ്ണും കുരങ്ങന്മാരെ കണ്ടപ്പോൾ ഭാര്യ പറയാണ്, ഓ എന്താ ഒരു സ്നേഹം കണ്ടോ ആ ആൺകുരങ്ങനെയും പെൺകുരങ്ങനെയും. നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു മൃഗത്തെ കണ്ടു. ഒന്നുമല്ല, ആൺസിംഹവും പെൺസിംഹവും. ആൺസിംഹം പെൺസിംഹത്തെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അപ്പോൾ ആ ഭാര്യ പറയാണ്, ഓ എന്തൊരു ക്രൂരത, ആ പെണ്ണിനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കണ്ടോ. അപ്പോൾ ഇത് കേട്ട ഭർത്താവിന് ബുദ്ധി തോന്നി. ഭർത്താവ് പറയാണ്, ഓക്കെ നീ ഒരു കല്ലെടുക്ക്, ആ കല്ലെടുത്ത് ആ സിംഹത്തിന് നേരെ ഒന്ന് ആഞ്ഞെറിയുക. ഓക്കെ, അപ്പൊ അതേപോലെ ആ ഭാര്യ ആഞ്ഞെറിഞ്ഞു. അപ്പൊ തന്നെ ആ സിംഹം ആ മൃഗശാലയെ തന്നെ വിറപ്പിച്ചുകൊണ്ടിങ്ങനെ ഗർജിക്കാണ് തന്റെ പെൺസിംഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി. ഇത് കേട്ട ഭാര്യ പോലും പേടിച്ചു പോയി. ഭർത്താവ് പിന്നെയും പറയാണ്, നീ അതേ വേറൊരു കല്ലെടുത്ത് നീ ആ കുരങ്ങൻ നേരെ നേറി. ഭാര്യ അതുപോലെ ചെയ്തു. അപ്പോ തന്റെ പാർട്ട്ണറെ പോലും നോക്കാതെ ആ കുരങ്ങൻ നേരെ സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരത്തിന്റെ വിലക്ക് ഓടിക്കേറാണ്. സോ ഇതിൽ നിന്ന് പറയാനുള്ളത്, നമ്മൾ ഈ കപട സ്നേഹവും അതേപോലെ ഷോ ബോട്ടിങ്ങും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ റീലുകളിലും ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടാവും ഇതേപോലെയുള്ള കുരങ്ങന്മാരെ. അതുപോലെ അല്ലാതെ താൻ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്ന ആൺസിംഹത്തെയും അതുപോലെ ഈ പെൺസിംഹത്തെയും, അല്ലെങ്കിൽ തിരിച്ചുമാവാം, ഇനിയിപ്പോൾ ആണ് മാത്രം സ്നേഹം കൊടുക്കുന്നത് മാത്രം പറയണ്ട, പിന്നെ സ്നേഹം കൊടുക്കുന്ന പെൺസിംഹത്തെയും അതേപോലെ സ്നേഹം കിട്ടുന്ന ആൺസിംഹത്തെയും നമുക്ക് ഒരുപാട് ഈ ലോകത്ത്